Daddy loves daughter. അപ്പന്മാർക്ക് പൊതുവെ ഇച്ചിരി ഇഷ്ടക്കൂടുതലാണ് പെൺകുട്ടികളോട്. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ നമ്മുടെ അപ്പനും സ്ത്രീകളോട് ഇച്ചിരി സ്നേഹക്കൂടുതലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും വിശ്വസിച്ചേ പറ്റൂ. Daddy loves daughter. ഉൽപ്പത്തിയുടെ ആരംഭം മുതൽ തുടങ്ങിയതാണ് സ്ത്രീകളോടുള്ള ശത്രുത്വം. ഉൽപ്പത്തി 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. അതിനെക്കുറിച്ച് പ്രിയ എബ്രഹാം പറയുന്നത് ഇങ്ങനെയാണ്: When this promise began, when this powerful prophecy God's word mouth had uttered, ഈ പ്രവചനം കേട്ട നാൾ മുതൽ സാത്താൻ സ്ത്രീകളെ ഭയപ്പെടുന്നു. കാരണം സ്ത്രീക്കും പിശാചിനും ഇടയിൽ അന്നു മുതൽ ശത്രുത്വം ആരംഭിച്ചു. അന്നു മുതൽ സാത്താൻ സ്ത്രീകളെ അമർച്ച ചെയ്യുവാൻ തുടങ്ങി. അന്നു മുതൽ സ്ത്രീകളെ അടിമപ്പെടുത്തുവാൻ തുടങ്ങി. And they were always treated as second class citizens because അവരെ എല്ലായ്പ്പോഴും രണ്ടാം തരക്കാരായി തിരിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു. ഇതിന്റെ എല്ലാം പിറകിൽ ഒരു പൈശാചിക ശക്തി ഉണ്ടായിരുന്നു. Between women and Satan had began in Genesis because Satan knows that God has prophesied something very powerful through a woman. He has said, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്നുള്ള ശബ്ദം പിശാചിനെ ഭയപ്പെടുത്തി, അവനെ കോപ പരവശനാക്കി. കാരണം പിശാചിനറിയാം ഒരൊറ്റ വചനം പോലും അത് വ്യർത്ഥമായി മടങ്ങി വരികയില്ല. He knows it very well. He was so afraid that the seed is going to crush his head, and he was so angry. And whom to show the anger? On the women, on the women, on the women. Because God said through the woman, the seed, it's addressing Jesus, capital SEED. It's talking about Jesus coming forth. So he was so angry and he kept tormenting them, keeping them down, trying to cause all kind of atrocities against them, abuse, all kind of trauma, all kind of communities coming against, and he raised men to come against them. It was never the plan of God. It was never the heart of God. It was devil who was very angry and very afraid of women. But then God was not against women. God always equally treated both men and women. Initially, when God created Adam, both man and women were inside of Adam. ദൈവം മനുഷ്യനെ ഉണ്ടാക്കി, അവനിൽ ആണും പെണ്ണും ഉണ്ടായിരുന്നു. അതേ ഭാവം ദൈവത്തിൽ കാണുവാൻ കഴിയുന്നു. ഒരു ഭാഗത്ത് അവൻ എൽശദായും ദൈവമായിരിക്കുമ്പോൾ മറുഭാഗത്ത് പിതാവിന്റെ സ്വഭാവം അവനിലുണ്ട്. And the Bible says God is El Shaddai. That means God has the breast to feed the milk. Why is the Bible saying God is El Shaddai, the breasted one, and the Bible is telling God is the Father? Can you see the picture? So he's referring himself to the picture of a mother. So we understand from this very clearly God has both of them in him. And when God created Adam, they both were one. പഴയ നിയമത്തിൽ സ്ത്രീകൾ വീണുപോയി. അതുകൊണ്ട് ലോകത്തിന്റെ അവസാനം വരെയും അവർ പരാജിതരെന്നാണ് ആത്മലോകം പഠിപ്പിക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ പരാജയപ്പെട്ട സ്ത്രീയെ ദൈവം പുതിയ നിയമത്തിൽ ജയമാക്കി തീർത്തു. ഉൽപ്പത്തിയിൽ പുരുഷന് തുണയായി നിന്ന സ്ത്രീയെ മത്തായിയിൽ സ്ത്രീക്ക് തുണയായി പുരുഷൻ നിൽക്കുന്നു. അവളെ ചേർത്തുകൊള്ളുവാൻ മടിക്കേണ്ട എന്ന കൽപ്പന ജോസഫ് അപ്പാടെ അനുസരിക്കുന്നു. ഇനിയുമുണ്ട്. പുരുഷന്റെ യാതൊരു സഹായവും കൂടാതെ ദൈവം യേശുവിനെ ജനിപ്പിക്കുന്നു. ഉയർപ്പിന്റെ സുവിശേഷം കൈമാറുവാൻ ദൈവം ഉപയോഗിച്ചതും ഒരു സ്ത്രീയെയാണ്. കൂടെ കൊണ്ടുനടന്ന ശിഷ്യന്മാരെ, പുരുഷന്മാരെ ഒന്നിനെയും ദൈവത്തിന് കാണാൻ കഴിയാതെ ഇരുന്നപ്പോൾ ഇരുട്ടിനെ ഭയപ്പെടാതെ ഒരു സ്ത്രീ യേശുവിൻ്റെ മുൻപിൽ നിൽക്കുന്നു. ഒന്നും നോക്കാതെ ആ ഉയർപ്പിന്റെ സുവിശേഷം ദൈവം അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അനേകം ശക്തന്മാർ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ കയറാതെ ഇരുന്നപ്പോൾ എല്ലാവരും തള്ളിക്കളഞ്ഞ എഴുതി തള്ളിയ രാഹാബിനെ ദൈവം ശക്തന്മാരുടെ പട്ടികയിൽ എഴുതി ചേർത്തു. See, men and women are the body of Christ. If devil makes 50% the women to shut up, that means 50% of the body of Christ is silent. That means, you know what? സ്ത്രീയും പുരുഷനും കൂടെ ചേരുന്നതാണ് ദൈവത്തിന്റെ ശരീരം. അങ്ങനെയെങ്കിൽ സ്ത്രീകളെ നിശബ്ദമാക്കുന്നതിലൂടെ പകുതി ശരീരത്തെ നിർജീവമാക്കുന്നു. അതിലൂടെ സൈന്യത്തിന്റെ കരുത്തിനെ കുറച്ചു കളയുന്നു.
She gave birth to the seed. He has already crushed my head. Now every woman is യേശുവിനെ very ജനിപ്പിച്ചത് afraid. ഒരു സ്ത്രീ. അങ്ങനെ വീണ്ടും ജന്മം പ്രാപിക്കുവാനിരിക്കുന്ന ഓരോ സന്തതികളും ജനിപ്പിക്കുന്ന സ്ത്രീകളെ പിശാച് ഭയപ്പെടുന്നു. And made the half of the body ഈ of ഭയം നിമിത്തം യേശുവിന്റെ ശരീരമാകുന്ന സ്ത്രീകളെ പിശാച് മിണ്ടാതെയാക്കുന്നു. Don't discourage. Don't say you cannot do it. Love them. Let God fulfill the call that He has upon their life, because God has prophesied. It's a prophecy that has left, that the women are going to announce the great news, the good news of the Lord, that Jesus is the risen Savior. Amen. Don't take സ്ത്രീകളെ നിരുത്സാഹപ്പെടുത്താതെ ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചെയ്യുവാൻ അനുവദിക്കുക. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമാക്കുക. them lightly. Love what the Lord has purposed for them. When you give a grocery to a woman, she will give you a meal. When you give her a house, she will give you a home. When you give her a seed, she will give you a baby. So whatever small thing you give, she'll complete it, make it perfect, and give you package. So that's the power that God has put in her. You know why? She is the image of God. Amen. ഈ രീതിയിൽ സ്ത്രീകളെ സഹായിപ്പാൻ ആത്മീയ ലോകത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ, ഈ രീതിയിൽ സ്ത്രീകളെ മനസ്സിലാക്കുവാൻ സഹോദരന്മാർക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ആത്മീയ ലോകം എത്രയോ ശക്തമാകുമായിരുന്നു. ഇത്രയും സ്നേഹം കിട്ടിയ ഒരു മണവാട്ടി വേറെയില്ലല്ലോ, ഇത്രയും ഭാഗ്യമേറിയ ഒരു മണവാട്ടി പാരിയില്ലല്ലോ, ഇത്രയും സ്നേഹം കിട്ടിയ ഒരു മണവാട്ടി വേറെയില്ലല്ലോ, ഇത്രയും ഭാഗ്യമേറിയ ഒരു മണവാട്ടി പാരിയില്ലല്ലോ. ഇനിയും കുറഞ്ഞൊന്നു കഴിയും നേരം വരുവാനുള്ളവൻ വേഗം വന്നിടും. ഇനിയും കുറഞ്ഞൊന്നു കഴിയും നേരം വരുവാനുള്ളവൻ വേഗം വന്നിടും. മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വെളി നടത്തും. മഹിമയിൽ വാഴുന്ന മണവാളനായി മാലിന്യം